വളരെ എളുപ്പത്തിലൊരു പിടിയും കോഴിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. പൊടി വാട്ടുകയോ പിടി വെള്ളത്തിലിട്ട് വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ എല്ലാവരും പച്ചരിപ്പൊടിയിലാണ് ഇതുണ്ടാക്കാറ്. പക്ഷെ അതേ രുചിയിൽ തന്നെ നമുക്ക് പുഴുങ്ങലരിപ്പൊടി, അതായത് പത്തിരിപ്പൊടിയോട് ഉണ്ടാക്കാം. അതിനായി നമ്മൾ ഒരു 5-6 ചെറിയുള്ളി, പിന്നെ ഒരു മുറി തേങ്ങ ചുരണ്ടിയത്, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയുള്ളിയും നല്ല ജീരകം 1 ടീസ്പൂണാണ്. മൂന്നും കൂടി ചെറുതായി ഒന്ന് ക്രഷ് ചെയ്ത്, പിന്നെ അരമുറി തേങ്ങ ചുരണ്ടിയതും, ഒരു 3 കപ്പ് അളവിലാണ് നമ്മൾ അരിപ്പൊടി എടുത്തത്. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്താൽ മതിയേ. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പിടിയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റായിരുന്നു. അതും വളരെ എളുപ്പവുമാണ്. അങ്ങനെ നമ്മൾ പൊടിയെല്ലാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കട്ടെ. 3 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചിട്ട് ഒഴിച്ചാൽ മതി, അധികം ലൂസായി പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടി ചതച്ചത് കൂടി നമ്മൾ നല്ലവണ്ണം കുഴച്ച് കൊടുക്കട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കനും കൂടി ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ മാവെല്ലാം ഇതേ രീതിയിൽ കുഴച്ചെടുക്കണം. പിന്നെ ഇത് ചെറിയ ഉരുളകളാക്കി അപ്പച്ചെമ്പിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നല്ലവണ്ണം വെന്ത് കിട്ടും. പിന്നെ ഒട്ടിപ്പോകുന്നൊന്നും പേടിക്കുകയും ചെയ്യണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ, അത് പറയാൻ മറന്നുപോയതാണ്. അങ്ങനെ മാവെല്ലാം നല്ല രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് ഉരുളകളാക്കേണ്ടത്. നിങ്ങൾക്ക് ഇത്ര വലിപ്പം വേണ്ടെങ്കിൽ കുറച്ച് ചെറുതാക്കി ഉരുളകളാക്കിയാൽ മതി. അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് 5 പേർക്ക് കഴിക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോഴിക്കറി സാധാരണ രീതിയിൽ തന്നെ വെച്ചാൽ മതി, സ്പെഷ്യലൊന്നും വേണ്ട. നമ്മളെങ്ങനെ കോഴിക്കറി ഉണ്ടാക്കുന്നു അതുപോലെ കുറച്ച് കുറുകിയിട്ട് വെച്ചാൽ മതി. നമ്മൾ മാവ് കുഴക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉരുളകളാക്കുമ്പോഴേക്കും വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ട് മറ്റൊന്ന് എടുക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ആദ്യമേ വെള്ളം വെച്ചത് കൊണ്ട് മാവ് ഉരുട്ടി വരുമ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോൾ ജോലി തീർക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ പിടിയൊക്കെ നല്ലവണ്ണം വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേ ലെവലിലാണ് ഉള്ളത്, വെന്തിട്ടില്ല. ഒരു 5 മിനിറ്റ് കൂടി വെന്താൽ മതി. നല്ല തീയിൽ തന്നെ വേവിച്ചെടുക്കണേ, തീ കുറച്ച് വെക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് കൂടി നല്ല തീയിൽ തന്നെ നമ്മൾ ഒരിക്കൽ കൂടി മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. പിടി വെന്തിട്ടില്ലെങ്കിൽ പിന്നെ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. ഇതുവരെ ഉണ്ടാക്കാത്തവർ, അതായത് ഇതേ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചിക്കൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയും അതിനുള്ള മസാലകളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊന്നും ഇതിന് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ 2-3 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, അതും കൂടി നല്ലവണ്ണം വഴറ്റി കൊടുത്ത്, ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി നല്ലവണ്ണം വഴറ്റി അതിലേക്ക് ചിക്കനും കൂടി ചേർത്ത്, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നല്ലവണ്ണം വഴറ്റി കൊടുത്ത്, ഉള്ളി ചുമക്കൊന്നും വഴറ്റാനും നിന്നിട്ടൊന്നുമില്ല. നമുക്ക് ഉള്ളിൻ്റെയും തക്കാളിൻ്റെയും മസാലൻ്റെയും കൂടെ തന്നെ ചിക്കൻ വെന്ത് കിട്ടേണ്ടതാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ കറിക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മളെ കുട്ടികൾക്കൊന്നും എരിവ് വേണ്ട. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. വെള്ളം ചേർത്ത് നല്ലവണ്ണം ചിക്കൻ വെന്ത് കിട്ടണം. പിടിയും കോഴിയാകുമ്പോൾ നല്ല സോഫ്റ്റുള്ളൊരു ഡിഷാണ്. അതുകൊണ്ടാണ് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ചിക്കൻ വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ തേങ്ങ ചുരണ്ടിയത് അരമുറി ബാക്കിയുണ്ടായിരുന്നു. അത് നല്ലവണ്ണം അരച്ച് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ ഇത്രയും വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇത് നല്ലവണ്ണം വെന്ത് വരണം. വെന്ത് വരുമ്പോഴേക്കും മസാലകളൊന്നും കാണുകയേ ചെയ്യില്ല. നല്ലവണ്ണം കുറുകിയ ഒരു ചാറാണ് നമുക്ക് ഈ പിടിക്ക് വേണ്ടത്.
കോഴിക്കറി ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ പിടിയൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം തണിയട്ടെ. അങ്ങനെ കോഴിക്കറിയൊക്കെ നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കറി കുറുകണമെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. പിന്നെ മറ്റൊരു പാത്രം വെച്ച് നമ്മൾ തേങ്ങാപ്പാലും അതിലേക്ക് കുറച്ചിട്ട് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും തേങ്ങാപ്പാലിൽ കലക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മാത്രം മതിയേ. ഇത് കുറുകി വരാൻ മാത്രമാണ്. കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഇത്. അങ്ങനെ നമ്മളെ പാലും കോൺഫ്ലവറെല്ലാം തിളക്കുന്നുണ്ട്. ചെറുതായി തിള വരുമ്പോൾ തന്നെ നമുക്കിതാ പിടി ഇട്ട് കൊടുക്കാം. പിടിയൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടോ, ഓരോന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റിനൊരു മാറ്റം ഉണ്ടാവില്ല. പച്ചരിപ്പൊടി, പുഴുങ്ങലരിപ്പൊടി ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് കണ്ടോ, പിടിയും തേങ്ങാപ്പാലും എല്ലാം കൂടി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിന് കറി വേണമെന്നൊന്നുമില്ല. കറി ഇല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പിടിയും കോഴിയും എന്നുള്ളൊരു കോംബോ ഉണ്ടല്ലോ. ഇനി കോഴിക്കറി ഇല്ലെങ്കിലും ഇതുണ്ടാക്കാൻ പറ്റും. തേങ്ങാപ്പാലിൻ്റെയും ജീരകത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയും എല്ലാം ടേസ്റ്റ് ഒന്നിച്ച് വന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അങ്ങനെ പിടിയൊക്കെ നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കുറച്ച് തണിയാൻ വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ല കറക്റ്റ് പാകമായിരിക്കും. അങ്ങനെ നമ്മളെ പിടിയും കോഴിയും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കുറേ കാലമായി ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര കഷ്ടപ്പാടാണെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ട്രൈ ചെയ്യാതിരുന്നത്. പക്ഷെ ഒരു കഷ്ടപ്പാടുമില്ല. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ രുചിയുള്ളതുമായ ഒരു റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചൂടോടെ കഴിച്ചാലും തണുത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് കാണാനൊന്ന് വിളമ്പി കാണിച്ചു തരുന്നതാണ്. ഇത് ഇങ്ങനെയാണ് ഉള്ളത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചൂടോടെ. ഒരിക്കൽ കൂടി പറയുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി നമ്മൾ വരും. അതുവരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ.